നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവർക്കും ഏറെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പെൻഷൻ തുക അനുവദിച്ചു. ഒരു വശത്ത് 6,59,000 രൂപ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കായി 130 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറുവശത്ത് 51.51 ലക്ഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി 951 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന വലിയൊരു തുകയാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പണം വിതരണം ചെയ്യുന്നത് എന്നു മുതലാണ്? ബാങ്ക് അക്കൗണ്ടുകളിൽ എപ്പോൾ എത്തും? വീടുകളിൽ നേരിട്ട് പെൻഷൻ എത്തുമോ? എല്ലാവർക്കും ഒരേ ദിവസം പണം ലഭിക്കുമോ? ഇത്തരം നിരവധി സംശയങ്ങൾക്കും ഉത്തരം ഈ വീഡിയോയിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും വീഡിയോ കാണണം. കാരണം പെൻഷൻ അനുവദിച്ചതിന് ശേഷം പണം ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തുന്നത് വരെ അറിയേണ്ട പ്രധാന കാര്യങ്ങൾ നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം ക്ഷേമനിധി ബോർഡ് പെൻഷനെ കുറിച്ച് നോക്കാം. വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്നവർക്കാണ് ആദ്യം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. 6.59 ലക്ഷം ഗുണഭോക്താക്കൾക്കായി 130.31 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ വിതരണം ഓഗസ്റ്റ് 19 മുതൽ ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതായത് ഓഗസ്റ്റ് 19 മുതൽ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ, അതായത് നാളെ മുതലാണ് വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള അർഹരായ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. വിതരണം ആരംഭിക്കുന്ന തീയതി എന്നത് എല്ലാവരുടെയും അക്കൗണ്ടിൽ തന്നെ ആ ദിവസം തന്നെ പണം എത്തും എന്നാൽ അർത്ഥമല്ല. വിതരണം ഘട്ടം ഘട്ടമായി നടക്കുന്നതിനാൽ ഗുണഭോക്താക്കൾക്ക് വ്യത്യസ്ത ദിവസങ്ങളിൽ തുക ലഭിച്ചേക്കാം. അതുകൊണ്ട് ഓഗസ്റ്റ് 19, അതായത് നാളെ തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിൽ പണം എത്തില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. സംസ്ഥാനത്തെ 51.59 ലക്ഷം ഗുണഭോക്താക്കൾക്കായി 951.39 കോടി രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന അർഹരായ ഗുണഭോക്താക്കൾ ഉൾപ്പെടുന്നു. അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് ആശ്വാസം നൽകുന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 951.39 കോടി രൂപ, ഇത്രയും വലിയ തുകയാണ് 51.59 ലക്ഷം ഗുണഭോക്താക്കൾക്കായി അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ വിതരണം ഈ മാസം ഓഗസ്റ്റ് 31 വരെ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, പെൻഷൻ വിതരണം മുഴുവൻ മാസങ്ങളിലെ രീതിയിൽ തന്നെ വിവിധ മാർഗങ്ങളിലൂടെ നടക്കും. ഒന്നാമതായി ബാങ്ക് അക്കൗണ്ടുകൾ വഴി. ബാങ്ക് അക്കൗണ്ട് മുഖേന പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കും. രണ്ടാമതായി സഹകരണ സംഘങ്ങൾ വഴി മേഖലയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിലൂടെയും പെൻഷൻ വിതരണം നടക്കും. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മൂന്നാമതായി ഗുണഭോക്താക്കളുടെ വീടുകളിൽ നേരിട്ടെത്തിച്ചും പെൻഷൻ വിതരണം ചെയ്യും. അതായത് എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കണമെന്നില്ല. ആരൊക്കെയാണ് ബാങ്ക് അക്കൗണ്ട് വഴി സ്വീകരിക്കുന്നത്, ആരൊക്കെയാണ് വീടുകളിൽ നേരിട്ട് പെൻഷൻ ലഭിക്കുന്നത് എന്നത് നിലവിലുള്ള വിതരണ സംവിധാനത്തിന് അനുസരിച്ചായിരിക്കും. വീട്ടിലെത്തിച്ച് പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പെൻഷൻ വിതരണം ആരംഭിച്ച ബന്ധപ്പെട്ട വിതരണ സംവിധാനം വഴി നിങ്ങളുടെ പ്രദേശത്ത് വിതരണം നടക്കും. അതുകൊണ്ട് പെൻഷൻ ലഭിക്കുന്ന ദിവസങ്ങളിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് പ്രായമായവരും ഒറ്റയ്ക്ക് താമസിക്കുന്നവരും പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കും വിതരണ തീയതിയെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഇനി ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് പെൻഷൻ അനുവദിച്ചുവെന്ന അറിയിപ്പ് വന്ന ഉടൻ തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിൽ പണം എത്തില്ല. കാരണം പണം കൈമാറ്റം ചെയ്യുന്ന വിവിധ ഘട്ടങ്ങളിലൂടെ നടപടികൾ ഉണ്ടാകും. അതുകൊണ്ട് ഓഗസ്റ്റ് 19 മുതൽ 31 വരെ ഉള്ള കാലയളവിൽ അക്കൗണ്ട് പരിശോധിക്കുന്നത് നല്ലതാണ്. മൊബൈൽ ബാങ്കിംഗ് ഉപയോഗിക്കുന്നവർക്ക് അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കാം. SMS അലേർട്ട് ലഭിക്കുന്നവർക്ക് സന്ദേശം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ബാങ്കിൽ നേരിട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അനാവശ്യമായി തിരക്ക് കൂട്ടാതെ ആവശ്യമായ സമയത്ത് മാത്രം അക്കൗണ്ട് പരിശോധിക്കുക. ഇനി പെൻഷൻ ലഭിക്കാത്തവർ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമുണ്ട്. വിവിധ വിതരണ കാലയളവ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പണം ലഭിച്ചില്ലെങ്കിൽ ആദ്യം നിങ്ങളുടെ പെൻഷൻ നില പരിശോധിക്കണം. നിങ്ങളുടെ പെൻഷൻ നിലവിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ, വിതരണ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ബന്ധപ്പെട്ട ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി പരിശോധിക്കുക. ബാങ്ക് അക്കൗണ്ട് വഴി ലഭിക്കേണ്ടതാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പരിശോധിക്കണം. അക്കൗണ്ട് പ്രവർത്തനക്ഷമമാണോ, ബന്ധപ്പെട്ട വിവരങ്ങളിൽ ബാങ്ക് വിവരങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കുന്നത് നല്ലതാണ്. വീട്ടിൽ നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർ ബന്ധപ്പെട്ട വിതരണ സംവിധാനവുമായി ബന്ധപ്പെടുകയും ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.